ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ കിച്ചണിലുള്ള ജോലിയെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാറ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് മെഷീൻ കവർ സ്റ്റിച്ച് ചെയ്യണമെന്ന്. അപ്പോൾ അറിയാത്തവർക്കും കൂടി യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചേക്കണം. അതുപോലെ മെഷീൻ ഇരിക്കുന്ന റൂമും നീറ്റായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ കവറൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് ഫോൾഡാക്കി കൊടുക്കാം. അതിനുശേഷം 8 ഇഞ്ചസ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 25 ഇഞ്ചസാണ്. എൻ്റെ മെഷീൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ മെഷീൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ 25 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ലെങ്ത് വരുന്നത് 12 ഇഞ്ചസാണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. മെഷീൻ്റെ കവർ സ്റ്റിച്ച് ചെയ്യാൻ വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് വെറുതെയെങ്കിലും ചെയ്യുന്നതാണ്. മെഷീൻ മറയുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ പോലും മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു തുണിയെങ്കിലും എടുത്ത് ഒന്ന് മൂടി ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ മെഷീൻ എപ്പോഴും നമുക്ക് നീറ്റായിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ പിടിച്ചിരിക്കുന്ന സൈഡിലെ ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ബോട്ടം പോർഷൻ വേണമെങ്കിൽ ഒന്ന് മടക്കി അടിച്ചെടുക്കാം. വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 5 മിനിറ്റ്സ് ഒന്ന് ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ്സ് ആയിരിക്കണം. അതിന് ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും മെഷീൻ ടേബിളിലോ മെഷീൻ്റെ അടുത്തിരുന്നോ വെള്ളം കുടിക്കാൻ പാടില്ല. കാരണം പവർ മെഷീനാണല്ലോ, അതിൻ്റെ അടുത്തിരുന്ന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാനിവിടെ ഒരു ഡ്രാഫ്റ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കസ്റ്റമർ തന്ന ക്ലോത്താണ്. ഞാൻ ഫസ്റ്റ് ലൈനിങ്ങിലാണ് ചെയ്യുന്നത്. മെയിൻ ക്ലോത്തിൽ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 4ആയിട്ടൊന്ന് ഫോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടു കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത് 41 ഇഞ്ചസാണ്. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് 38 എടുത്താൽ മതി. അപ്പോൾ 38 ലെങ്താണ് നമ്മുടെ ലൈനിങ്ങിനുള്ളത്. അപ്പോൾ അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 7.5 ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ 8 ഇഞ്ചസ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് 10.5 ഇഞ്ചാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്തു. നിങ്ങളുടെ എത്രയാണ് മെഷർമെൻറ്റ് അത് അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചസ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ആ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് റൗണ്ട് 10 ഇഞ്ചസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചസാണ്. അതായത് സ്ലിറ്റ് വരെയുള്ള ലെങ്താണ്. ഇനി നമുക്ക് സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 12 ഇഞ്ചസാണ് കേട്ടോ സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ബോട്ടം പോർഷനിലും സെയിം തന്നെയാണ്. സീറ്റ് റൗണ്ട് എത്രയാണോ എടുത്തത് ആ സെയിം തന്നെയാണ് ബോട്ടം പോർഷനിലും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈൻസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ആണ് കേട്ടോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പാണ് വേണ്ടത്. ഷോൾഡർ സ്ലോപ്പിന് ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ഈ കോർണറിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഹാഫ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് ഉള്ളിലായിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് കർവ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് സീം അലവൻസ് കൊടുക്കാം. അപ്പോൾ സീം അലവൻസ് എന്ന് പറഞ്ഞാൽ തയ്യത്തുമ്പാണ് കേട്ടോ. അപ്പോൾ സൈഡ് സീം എന്ന് പറഞ്ഞാൽ സൈഡ് പോർഷനിൽ നമുക്ക് 1 ഇഞ്ചും ആം ഹോൾ പോർഷനിൽ 1/2 ഇഞ്ചും ഷോൾഡർ പോർഷനിൽ 1/2 ഇഞ്ചുമാണ് കേട്ടോ നമുക്ക് സീം അലവൻസ് കൊടുക്കാനുള്ളത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. നെക്ക് ഞാനിവിടെ ക്യാൻവാസ് ആണ് കേട്ടോ വെക്കുന്നത്.
അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് വെച്ചിട്ട് വേണം ഫസ്റ്റ് കട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് വെച്ചതിന് ശേഷം ആം ഹോൾ ഇതുപോലെ സെപ്പറേറ്റ് കട്ടാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ക്യാൻവാസ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ പുറകു വശത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അതാണ് വീണ്ടും റിപ്പീറ്റ് ആക്കാത്തത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിൻ്റെ ഫസ്റ്റ് നമ്മുടെ ലൈനിങ് പീസ് വയ്ക്കാം. അതിന് മുകളിലായിട്ട് മെയിൻ ഫാബ്രിക് ഇതുപോലെ നല്ല വശവും കൂടി ചേർത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. പിൻ ചെയ്താലും മതിയാകും. അതിനുശേഷം നമ്മുടെ ഈ ക്യാൻവാസിൽ കൊള്ളാതെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു മെയിൻ പീസിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ലൈനിങ് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് പോർഷന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യണം, സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് മുതൽ നമുക്ക് സീറ്റ് റൗണ്ട് വരെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് റിപ്പീറ്റ് ആക്കുന്നില്ല. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലൈനിങ് പീസും മെയിൻ പീസും കറക്റ്റായിട്ട് എടുക്കാം. മെയിൻ പീസിൻ്റെയും ലൈനിങ് പീസിൻ്റെയും ബോട്ടം പോർഷൻ നമ്മൾ ഹെം ചെയ്തെടുക്കണം, അതായത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഫോൾഡാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസും അതിനോടൊപ്പം തന്നെ ഉള്ളിലാക്കിയിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് പീസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മുകളിൽ കുറച്ച് പോർഷൻ ലൂസായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്കിതാ ഈ ഒരു സെൻറ്റർ പോർഷനിൽ എത്തുമ്പോഴാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ ഫാബ്രിക് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ തിരിച്ചതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് ഫോൾഡാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും നീഡിൽ തിരിച്ചതിന് ശേഷം നമുക്ക് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് കുറച്ച് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നത് കൊറിയർ ചെയ്യാനുള്ളതാണെങ്കിൽ കൊറിയർ ബാഗിലിടും, അല്ലാതെ കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ കവറിലിട്ടിട്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 എണ്ണം അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 4 മീറ്ററാണ് ഫ്രീ സൈസിന് യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത്, ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് വരുന്നത് 60 ഇഞ്ചസും ബാക്ക് പീസിന് 80 ഇഞ്ചസും ആണ് ലെങ്ത് വരുന്നത്. സ്ലീവ് ലെങ്ത് വരുന്നത് 18 ഇഞ്ചസും സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത് 20 ഇഞ്ചസാണ്. അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ആക്കി ഇട്ടിട്ട് 10 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തത്. ഇനി ബാക്കി വരുന്ന പീസ് നമുക്ക് ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത്. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത്
ഫോൾഡാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്താണ് കൊറിയർ ചെയ്യാറ്. അപ്പോൾ പ്രയർ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രയർ ഡ്രസ്സ് പാക്ക് ചെയ്തതിന് മുമ്പ് ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ പാക്ക് ചെയ്തതിന് മുമ്പ് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രയർ ഡ്രസ്സിലും സ്പ്രേ ചെയ്തിട്ടാണ് പാക്ക് ചെയ്യാറ് കേട്ടോ. ഇനി ഞാനൊരു ഗൗണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചായ കുടിയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്ര നേരം സ്റ്റിച്ച് ചെയ്ത പ്രയർ ഡ്രസ്സൊക്കെ ഒന്ന് മോഡലിംഗ് ചെയ്യണം. ഞാൻ തന്നെയാണ് കേട്ടോ മോഡലിംഗ് ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് മോഡലിങ്ങും പിന്നെ എഡിറ്റിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ നമുക്കൊരു ഡോണറ്റ് കിട്ടി. അപ്പോൾ ഒന്ന് ഞാനും കഴിച്ചു, ഒന്ന് മോക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിച്ചു. ഓട്സാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.